ലൈഫിൽ കുറേ കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷെ ഇങ്ങനത്തെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് അച്ഛൻ അമ്മ ചേട്ടൻ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെങ്കിലും പക്ഷെ ഞാനെന്ന് പറയുന്ന ഒരു പേഴ്സണിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ കാര്യങ്ങളിൽ ഒറ്റയ്ക്കായി പോകുന്ന കുറേ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ വീട്ടുകാരറിയാത്ത പല ബുദ്ധിമുട്ട് വന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതിലൊരു ഏറ്റവും വലിയ സിറ്റുവേഷനാണ് ഈ ഫുഡ് പോലും കഴിക്കാൻ പറ്റുന്ന അവസ്ഥ. എൻ്റെ ഫാമിലി പലരും ചോദിക്കും, നിനക്ക് ഇത്രയും വലിയ ലൈഫും കാര്യങ്ങളും എൻ്റെ വീട്ടുകാരും ഒക്കെ ഇല്ല, നിനക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക നിനക്കോ? അന്ന് ഞാൻ ഈ ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഒരാൾ പോയി ഞാൻ നടക്കുന്ന പറഞ്ഞാൽ നല്ല കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ പോകും. ആൾക്കാർ വിചാരിക്കും അവൻ്റെ പോക്കറ്റ് കിടക്കുക, പൈസ കിടക്കുക എന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് അറിയും ആ പോക്കറ്റിൽ ഒന്നുമില്ല, ഒരു സാധനമില്ല. കാണുന്ന ആ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ബിഗ് സീറോ ആയിരുന്നു. ഈ കൊച്ചിയിൽ ഇങ്ങനെ ജോലിക്ക് വേണ്ടി വരുമ്പോഴേ അതായത് ഇഷ്ടപ്പെട്ട പാഷൻ പോലെ സിനിമയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളെ പെട്ടുപോകുന്നത് ചിലപ്പോൾ തെറ്റായ ഓഡീഷനിൽ പോകും, പേയ്മെന്റ് അങ്ങോട്ട് കൊടുത്ത് സിനിമയിൽ എത്താൻ വേണ്ടി പറയും. അവസരം ഇപ്പൊ റെഡിയാണെന്ന് പറഞ്ഞാൽ അവിടെ ആഗ്രഹിച്ചു പോയിട്ട് അവിടെ അങ്ങനെ ഒരു ക്യാരക്ടറേ ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും പറ്റിക്കപ്പെട്ടിട്ടുണ്ട്? ഇപ്പം പ്രിയദർശൻ സാറിന്റെ ഒരു പടം ഉണ്ടായിരുന്നു, പെട്ടെന്ന് എനിക്ക് ആ പേര് ഓർമ്മ കിട്ടുന്നില്ല. നമ്മുടെ ഷെയ്ൻ നിഗം പോലീസ് ഓഫീസർ ആയിട്ടുള്ള ഒരു പടമായിരുന്നു. അതിൽ ഷൈം ടോൺ ചാക്കോ ഒക്കെ ഉണ്ട്, സിദ്ദിഖ് സാർ അതിൻ്റെ മെയിൻ ലീഡ്. അതിൽ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. എനിക്ക് ആ ക്യാരക്ടർ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു ചെയ്തു. അത് ഔട്ട് വരുമ്പം അതില്ല, ആ ഭാഗമേ ഇല്ല. നമ്മൾ അത്രയും ക്യൂരിയോസിറ്റി 10 പേരെ പറഞ്ഞിട്ട് നിൽക്കുക, തിയേറ്റർ കയറിക്കോ, നമ്മളെ സീൻ വരും, ഇന്ന സമയത്ത് എന്നെ സീനുണ്ട്, നല്ല സീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇല്ല, അത് കുറേ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ ഉണ്ടായ വേറൊരു കാര്യം, ഓക്കെ ഷൂട്ട് ഓക്കെയാണ്, നീ നല്ല ഒരു ഹീറോ ആയിട്ട് ഒരു സിനിമ തമിഴ് ക്രൂ ആയിരുന്നു, സെലക്ട് ചെയ്തു, എല്ലാം കഴിഞ്ഞു, പൂജയൊക്കെ കഴിഞ്ഞു, ഭയങ്കര ആഡംബരമായിട്ടുള്ള പൂജയൊക്കെ നടത്തി. അത് പിന്നെ ഷൂട്ട് നടന്നു, നമ്മളെ വിളിച്ചില്ല. നമുക്കത് വലുതാ, വലിയ സംഭവമാണ്. ഇതേപോലെ തന്നെ തമിഴ് പടം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, അത് മെയിൻ ലീഡ് ഹീറോ ആയിട്ട് ഒക്കെ നടന്നു, എല്ലാം ചെയ്ത് ഫ്ലെക്സ് വരെ അടിച്ച് സെറ്റപ്പ് ഒക്കെ എല്ലാവരും ചെയ്തു. അന്ന് പൂജയൊക്കെ നടത്തി. പിന്നെ ഒരു 10 ദിവസം കഴിയും ഷൂട്ട് തുടങ്ങാന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെന്നൈയിൽ തിരിച്ചു വന്നു. അന്ന് ഞാനൊരു ഹിന്ദി ഒരു ആഡ് ചെയ്ത് ആലപ്പിയിൽ നിന്ന് ഞാൻ ചെന്നൈയിൽ പോയി. ആ പൂജ കഴിഞ്ഞ് തിരിച്ച് വന്നു. വീട്ടിലൊക്കെ പറഞ്ഞ സിനിമയായി. ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിച്ചു, പൂജ കഴിഞ്ഞിരിക്കുക, ഇനിയിപ്പോൾ നായകനായിട്ട് കയറാമല്ലോ, തമിഴെങ്കിൽ തമിഴ് എന്ന രീതിയിൽ നിൽക്കുമ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ടും ഷൂട്ട് നടക്കില്ല. പിന്നെ കുറേ കഴിയുമ്പോൾ ആ ഡയറക്ടറിനെ വിളിച്ച് ചോദിക്കുക, നീ ഇങ്ങനെ പേയ്മെൻറ്റ് തരുവാണെങ്കിൽ നിനക്കതിൽ നീ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം, നമുക്ക് ആ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അന്നത്തെ ഒരവസ്ഥയിൽ എനിക്ക് എന്നെ നോക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ എങ്ങനെയാണ് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ? കാരണം എന്നെ കഷ്ടപ്പെട്ട് വരുമ്പോൾ ഇപ്പോൾ ഇതേപോലെ പല ആൾക്കാർക്കും വന്നിട്ടുണ്ടാവും, അനുഭവം ഉണ്ടാവും. കയ്യിൽ നിന്ന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പടം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ പ്രൊജക്റ്റ് ഉള്ളൂ. അതിനുവേണ്ടി പല ആൾക്കാരും അബദ്ധത്തിൽ പോയി ചാടിയ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും എടുത്തു ചാടിയിട്ടൊന്നുമില്ല. ഞാൻ വിചാരിച്ചു എനിക്കുള്ള ടൈം വരും, ഒരു ദിവസം നിനക്കത് കിട്ടും, അത് എത്ര വെയിറ്റ് ചെയ്താലും.